രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമ. എത്രയെത്ര രഘുനാഥകീർത്തനം തത്ര തത്രതമസ്തകഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസന്തകം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാത്മീകി രാമായണത്തിലെ ഉത്തരഖണ്ഡത്തിലെ 41 സർഗം പുഷ്പക വിസർജനം എന്നാണ് ഈ സർഗത്തിൻ്റെ പേര്. ആ സർഗമാണെന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ സർഗത്തിൽ നമ്മൾ കണ്ടു ആ കരടികളെയും കുരങ്ങന്മാരെയും രാക്ഷസന്മാരെയും ഒക്കെ പറഞ്ഞയച്ചതിന് ശേഷം ആ രാമചന്ദ്രൻ തൻ്റെ സഹോദരന്മാരുമൊത്ത് സസുഖം അവിടെ താമസിക്കാൻ ആരംഭിച്ചു അയോധ്യയിൽ എന്ന് പറയുന്നത്. പട്ടാഭിഷേകത്തിന് വന്ന ആളുകളൊക്കെ മടങ്ങിക്കഴിഞ്ഞു എന്നർത്ഥം. ഇങ്ങനെ ഒരു ദിവസം ഉച്ചയ്ക്ക് അദ്ദേഹം ആ സഹോദരന്മാരോട് കൂടിയിരിക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടു. വളരെ മധുരമായ ശബ്ദം എന്നാണ്. അല്ലേ പ്രഭു, സൗമ്യ, രാമ, ആ സൗമ്യമായ മുഖത്തോടു കൂടി എന്നെ ഒന്ന് നോക്കുക. ഞാൻ കുബേരഭവനത്തിൽ നിന്നും വന്ന പുഷ്പകമാണ്. അങ്ങയുടെ ആജ്ഞയനുസരിച്ച് ഞാൻ വീട്ടിൽ പോയി. അങ്ങയെ സേവിക്കാൻ അദ്ദേഹം എന്നോട് പറഞ്ഞു. മഹാത്മാവായ രാമൻ രാക്ഷസേശ്വരനും ദുർദർശനുമായ രാവണനെ പൊരിൽ കൊന്ന് നിന്നെ സ്വാധീനമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിമേൽ അദ്ദേഹത്തിൻ്റെ ആശ്രയിച്ചുകൊണ്ടാണ് നീ കഴിഞ്ഞുകൂടേണ്ടത്. എനിക്ക് രാവണൻ കൊല്ലപ്പെട്ടതിൽ സന്തോഷമുണ്ട്. പരമാത്മാവായ ഭഗവാൻ രാമചന്ദ്രൻ അയോധ്യയിൽ താമസിക്കുന്നു. ലങ്കാപുരിയെ തോൽപ്പിച്ച് കീഴടക്കി. ഇനി നീ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ, അദ്ദേഹത്തിൻ്റെ കാലം മുഴുവൻ നീ അദ്ദേഹത്തിൻ്റെ കൂടെ കഴിഞ്ഞു കൂടണം എന്നുള്ള ആ വൈഷ്ണവണൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് ഞാൻ അങ്ങയുടെ അടുത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങ് എന്നെ സ്വീകരിച്ചുള്ളൂ എന്നാണ് പുഷ്പകം പറഞ്ഞത്. ഈ വാക്കുകൾ കേട്ടപ്പോൾ ആ രാമൻ ആ പുഷ്പകത്തിനോട് പറഞ്ഞു, അല്ലേ പുഷ്പവിമാനമേ, നിനക്ക് സ്വാഗതം. കുബേരൻ പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിക്കണമല്ലോ. മലര്, പൂക്കൾ, സുലഭിലങ്ങളായ ധൂപങ്ങൾ എന്നിവയെ കൊണ്ടൊക്കെ ആ പുഷ്പവിമാനത്തിനെ അദ്ദേഹം പൂജിച്ചു എന്ന് പറയാണ്. എന്നിട്ട് അദ്ദേഹം അതിനോട് പറഞ്ഞു, നീ പൊക്കോളൂ. ഞാൻ എപ്പോഴാണോ നിന്നെപ്പറ്റി ചിന്തിക്കുന്നത് അപ്പോൾ നീ വരിക. നിൻ്റെ യാത്രയിൽ ഗഗനചാരികളായ സിദ്ധ വിദ്യാധരന്മാർക്കൊന്നും യാതൊരു പീഡയും നീ ഏൽപ്പിക്കരുത് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു, നിനക്ക് ഏത് ദിക്കുകളിലും സഞ്ചരിക്കാം, എവിടെയും നിനക്കൊരു തടസ്സം ഉണ്ടാവാതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അതിനെ പൂജിച്ചു. പുഷ്പകവും ശരി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഇങ്ങനെ ആ പുഷ്പകം മറിഞ്ഞപ്പോൾ ഭരതൻ കുപ്പുകൈകളോടുകൂടി ആ രാമനോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയണേ. ദേവാത്മാവായ അങ്ങ് ഈ ഭൂമിയിൽ താമസിക്കുമ്പോൾ മാനുഷങ്ങളായ സത്വങ്ങൾക്ക് പോലും പല പല നന്മകളാണ് ഉണ്ടാകുന്നത്. മനുഷ്യർക്കാർക്കും ഒരു ദുഃഖവും ഉണ്ടാകുന്നില്ല. രാമ, ജീർണങ്ങളായ പ്രാണികൾ പോലും മരിക്കുന്നില്ല. സ്ത്രീകൾ നോവുകൂടാതെ പ്രസവിക്കുന്നു. മനുഷ്യരെല്ലാവരും ആരോഗ്യ ദൃഢഗാത്രരായിരിക്കുന്നു. പ്രവാസികളായ ജനങ്ങൾക്കൊക്കെ വലിയ സന്തോഷം ഉണ്ടാകുന്നു. ഇങ്ങനെ ഇപ്പോൾ ഒരു മാസക്കാലം അങ്ങയുടെ പട്ടാഭിഷേകത്തിന് ശേഷം ഇവിടെ കഴിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ള ആ ഭരതൻ്റെ വാക്കുകൾ കേട്ട് വളരെ സന്തുഷ്ടനായി തീർന്നു ഭഗവാൻ രാമചന്ദ്രൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം ഇവിടെ സമർപ്പിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം.